ഹായ്, ഞാൻ ഡോക്ടർ അർജുൻ. നമുക്കൊന്ന് നീവസ് ഓഫ് ഓട്ട എന്ന് പറഞ്ഞ കണ്ടീഷനെ കുറിച്ചൊന്ന് അറിയാം. നീവസ് ഓഫ് ഓട്ട എന്ന് പറയുന്നത് നമ്മുടെ ഫോർഹെഡ്, നോസ്, ചീക്സ്, ഐസ്, ഇയേഴ്സ്, റെയർലി സ്കാൽപ്പിലും ഈവൻ വായയുടെ അകത്തൊക്കെ കണ്ടുവരുന്ന ഒരു ബ്ലൂയിഷ് ടു സ്ലേറ്റ് ഗ്രേ പിഗ്മെൻറ്റേഷനാണ്. നമ്മൾ മെഡിക്കലി സ്പീക്കിംഗ് അത് ട്രൈജെമിനൽ നെർവിൻ്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് നെർവിൻ്റെ ഡിസ്ട്രിബ്യൂഷനിലാണ് കണ്ടുവരാറുള്ളത്. അതിൻ്റെ ഒരു ഏജ് ഓഫ് ഓൺസെറ്റ് എന്ന് പറയുന്നത് ബൈമോഡലാണ്. മിക്കവാറും തന്നെ നമ്മളത് അറ്റ് ബർത്ത് തന്നെ കണ്ടെങ്കിലും ഒരു സബ്സെറ്റ് ഓഫ് പോപ്പുലേഷനിൽ അത് അഡോളസെൻ്റ് ഏജ് ഗ്രൂപ്പിലും തുടങ്ങാറുണ്ട്. പിന്നീട് അത് ഗ്രാജുവലി പ്രോഗ്രസ് ചെയ്യാറുണ്ട്. പക്ഷേ ഒരു 30 ഇയേഴ്സിന് ബിയോണ്ട് അതിൻ്റെ പ്രോഗ്രഷൻ ഉണ്ടാവാറില്ല. ഇതൊരു ജനറ്റിക് കണ്ടീഷനോ അല്ലെങ്കിൽ ഒരു പകരുന്ന അസുഖം തന്നെയല്ല. മിക്കവാറും അത് മുഖത്തിൻ്റെ ഒരു സൈഡിൽ മാത്രമായിട്ടാണ് കണ്ടുവരാറുള്ളത്. പക്ഷേ വളരെ റെയറായിട്ട് ചിലപ്പോൾ 2 സൈഡിലും കാണാറുണ്ട്. നമ്മളിങ്ങനെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് പോവുകയാണെങ്കിൽ പല ഓപ്ഷൻസും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതിലേറ്റവും എഫക്റ്റീവായിട്ട് കിട്ടുന്ന റിസൾട്ട് നമുക്ക് ക്യൂസിക് ലേസറിലാണ്. അതിൽ തന്നെ ഇന്ത്യൻ പേഷ്യൻസിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സ്റ്റഡീസും നല്ല എഫക്റ്റീവായ റെസ്പോൺസും കിട്ടിയിട്ടുള്ളത് ക്യൂസിസ്റ്റ് NDR ലേസർ എന്ന് പറഞ്ഞ മെഷീനിലാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനു വേണ്ടി മൾട്ടിപ്പിൾ സെഷൻസ് യൂഷ്വലി വേണ്ടി വരാറുണ്ട്. അതിൻ്റെ സൈഡ് എഫക്ട്സ് ഇമീഡിയറ്റ്ലി ചിലപ്പോൾ ചെറിയൊരു പിഗ്മെൻറ്റേഷൻ കൂടുക, കുറയുക, ചെറിയൊരു റെഡിഷ്നെസ് ഉണ്ടാവുക എന്നൊക്കെ ഉണ്ടെങ്കിലും ലോങ് ടേം യൂഷ്വലി സൈഡ് എഫക്ട്സ് ഉണ്ടാവാറില്ല. അപ്പോൾ ഇതാണ് നീവസ് ഓഫ് ഓട്ടയെ കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു.